السلام عليكم ورحمة الله وبركاته والحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, വാത്സല്യനിധികളായ എൻ്റെ ഈ ശബ്ദങ്ങളൊക്കെ വീക്ഷിക്കുന്ന എൻ്റെ വിദ്യാർത്ഥിനികളെ, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് തൻ്റെ യജമാനായ റബ്ബിലേക്ക്, ദർബാറിലേക്ക് കൈ ഉയർത്തിയാൽ ആ കൈ ഒരിക്കലും തടയുകയില്ല. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്ന അവൻ്റെ അപരമായ നാമമായ ഇസ്മുൽ ആദമിനെ സംബന്ധിച്ചായിരുന്നു. അതുകൊണ്ട് ചോദിച്ചാൽ തീർച്ചയായും അല്ലാഹു തആല ഉത്തരം നൽകും എന്നതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആനിലൂടെയൊക്കെ സൂചിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തത്. എന്നാൽ ഇന്നും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നാം വലിയാക്കി കഴിഞ്ഞാൽ, സംരക്ഷകനാക്കി കഴിഞ്ഞാൽ, എൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അവനാണ് എന്ന ദൃഢനിശ്ചയമുണ്ടായാൽ, എൻ്റെ അടക്കവും എൻ്റെ അനക്കവും, എൻ്റെ വാക്ക്, എൻ്റെ പ്രവൃത്തി, എൻ്റെ വിചാരങ്ങൾ, എൻ്റെ വികാരങ്ങൾ മുഴുവനും അവൻ്റെ ഇറാദ കൊണ്ട് അവനാണ് നിയന്ത്രിക്കുന്നത് എന്ന് ബോധത്തോടുകൂടെ അള്ളാഹുവിനെ വലിയാക്കിയാൽ അവൻ അന്ധതയിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ജലാലത്തിൻ്റെ ഇസ്മുകൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അപരനാമങ്ങൾ നമ്മളെ കൽബിൽ പ്രകാശിക്കുന്ന കാലത്തോളം ആ പ്രകാശത്തെ ഒരാൾക്കും ഊതിക്കെടുക്കാനോ തച്ചുകെടുക്കാനോ സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നാം ചർച്ച ചെയ്യുന്നത്. അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉപേക്ഷിക്കാൻ പറ്റാത്തതാണ്. എന്നാൽ സ്വർഗക്കാരായ ആളുകൾ, ആ ആളുകൾക്കുള്ള ചില അദ്കാറുകൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർ നിത്യമാക്കിയിരിക്കുന്ന, പതിവാക്കിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ, അത് അവർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ, അല്ലാത്തവർക്ക് അതിന് സാധ്യമല്ല എന്നുള്ളതാണ്. മഹാനായ അസ്ഹറുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ ഹസ്ലത്താനി, രണ്ട് കാര്യങ്ങൾ, ലാ യുഹാഫിദു അലൈഹിമ, ആ രണ്ട് കാര്യത്തിൻ്റെ മേലെ സൂക്ഷിക്കാൻ കഴിയുകയില്ല, അബ്ദുൻ മുസ്ലിമുൻ, ഒരു മുസ്ലിമായ അടിമക്ക്, ഇല്ലാ ദഖൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടല്ലാതെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയിട്ട് ഈ രണ്ട് കാര്യങ്ങൾ, ഏതാ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അല്ല, വഹുമാ യസീറുൻ, അത് വളരെ എളുപ്പമുള്ളതാണ്, പക്ഷേ അത് പ്രവർത്തിക്കുന്നവർ വളരെ കുറവാണ്. ഒമൻ യഅമൽ ബിഹിമ ഖലീൽ, അതുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്, കുറഞ്ഞ ആളുകൾ മാത്രമേ അതുമായി കൊണ്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അത് അവൻ്റെ ജീവിതത്തിൽ സ്ഥിരമായി നിരന്തരമാക്കുകയാണെങ്കിൽ അവൻ സ്വർഗക്കാരനാണ്. തന്നെയല്ല, അള്ളാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു തആല ഉത്തരം നൽകും. എന്താണത്? യുസബ്ബിഹുല്ലാഹ ഫീ ദുബുരി കുല്ലി സ്വലാഹ്, എല്ലാ നിസ്കാരത്തിൻ്റെയും ശേഷം നമ്മൾ സുബ്ഹാനല്ലാഹ് പറയുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ 33 പ്രാവശ്യം നമ്മൾ സുബ്ഹാനല്ലാഹ് പറയും. ഒരു ഹദീസിൽ കാണാം അശറ, 10 പ്രാവശ്യം, വയഹ്മദുഹു അശറൻ, അതുപോലെ അൽഹംദുലില്ലാ 10, വയുകബ്ബിറുഹു അശറ, 10 പ്രാവശ്യം അല്ലാഹു അക്ബർ പറഞ്ഞു. ഇപ്പം എത്രയായി ഒരു ദിവസത്തിൽ? നമ്മൾ 33 പ്രാവശ്യം എന്ന് ഹദീസിലിട്ട്, അങ്ങനെ ഒരാൾ ഒരു ദിവസം 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ പറയുകയാണെങ്കിൽ സമുദ്രനുര പോലും അവൻ്റെ പാപങ്ങളുണ്ടെങ്കിലും അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് മറ്റൊരു ഹദീസിലുണ്ട്. നമ്മൾ അത് ചെല്ലിയിട്ട് ചെല്ലാറാം, അങ്ങനെ ഹദീസിൽ വന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ സുബ്ഹാനല്ലാഹ് 10 പ്രാവശ്യം പറഞ്ഞു, അള്ളാഹിനോട് ചോദിക്കാൻ ഒരുങ്ങാം. അതുപോലെ തന്നെ അൽഹംദുലില്ലാ 10 പ്രാവശ്യം പറഞ്ഞു, പിന്നെ അല്ലാഹു അക്ബർ 10 പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ ഓരോ ദിക്റിനും 10 ഹസനാത്തുണ്ട്. ഒരു ദിവസം 24 മണിക്കൂറിനുള്ളിൽ 150 ദിക്റുകളായി എന്ന പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ, വമൻ ജാഅ ബിൽ ഹസന ഫലഹു അശ്റു അംസാലിഹാ, ഒരൊറ്റ ഹസനാത്തുമായി വന്ന മനുഷ്യന് നാളെ റബ്ബുൽ ഇസ്സത്ത് നൽകുന്ന പ്രതിഫലം അതിൻ്റെ 10 മടങ്ങാണ്, 10 ഇരട്ടി പ്രതിഫലമാണ്, ഒന്നിന് 10 ഇരട്ടി പ്രതിഫലം. നേരെ മറിച്ച് ഒരു പാപം ചെയ്താൽ അതിൻ്റെ മേലുള്ള ശിക്ഷാ നടപടി മാത്രം. അപ്പോൾ ഒരൊറ്റ സുബ്ഹാനല്ലാഹ്ക്ക്
10 ഇരട്ടി പ്രതിഫലം മീസാനിൽ ഒരു ദിവസം 24 മണിക്കൂർ കൊണ്ട് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ 150 ദിക്റിന് മീസാനിൽ 1500 ഇരട്ടി പ്രതിഫലം അല്ലാഹു തആല നൽകുമെന്നുള്ളത്. സുഹൃത്തുക്കളെ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇതാണ് ദിക്ർ. എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് നമ്മൾ നാക്കിലിങ്ങനെ കൊണ്ടുവരിക എന്നുള്ളതല്ല. അതിൻ്റെ ഗൗരവം, അതിൻ്റെ ഗാംഭീര്യം ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ, അള്ളാഹുവിലേക്ക് നമ്മളുടെ കൽബിനെ നമ്മൾ നേടിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ, തീർച്ചയായും നമ്മൾ എന്ത് വിചാരിക്കുന്നോ അത് നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയും. അതുതന്നെയല്ല, നമ്മുടെ ദൈനംദിന ജീവിതം എളുപ്പമാകും. ഇതൊക്കെ കുറെ പറഞ്ഞതല്ലേ, ഇതൊക്കെ കുറെ ചെല്ലിയതല്ലേ, ഇതൊക്കെ കുറെ കേട്ടതല്ലേ എന്ന് വിചാരിച്ചാലും ഇതിനെ തള്ളിക്കളയേണ്ടതില്ല. അപ്പോൾ ഒരു ദിവസം 33 പ്രാവശ്യം നമ്മൾ അത് ചെല്ലുക, അത് കഴിഞ്ഞ് പിന്നെ ശേഷം ചെല്ലുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഹാബിയത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ചോദിച്ചാൽ അല്ലാഹു തആല ചോദിച്ചത് നിനക്ക് അല്ലാഹു തആല നൽകുമെന്നും പറഞ്ഞ ഹദീസിൽ കാണാം. അപ്പോൾ മീസാൻ ഒരു ദിവസത്തിൽ 1500 മാറുന്നതാണ്. അതുപോലെ നമ്മൾ ഉറങ്ങാൻ വേണ്ടി ചെല്ലുമ്പോൾ സുബ്ഹാനല്ലാഹ് 33 വട്ടം, അൽഹംദുലില്ലാഹ് 33 വട്ടം, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം. അപ്പോൾ 100 പ്രാവശ്യമായി. ഇതിനോട് ബന്ധപ്പെട്ട് നമ്മൾ കിടക്കാൻ പോകുന്ന സന്ദർഭത്തിൽ അതുപോലെ ഇഖ്ലാസ്, മുഅവ്വദത്തൈനി, അതുപോലെ ആയത്തുൽ കുർസി, ഇതൊക്കെ നാസും ഫലക്കൊക്കെ നമ്മൾ ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും അതിനോടുകൂടെ നമ്മൾ ഇതും കൂടെ ചെയ്യുകയാണെങ്കിൽ ഇത് സ്വർഗക്കാർക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന്. അപ്പോൾ സുബ്ഹാനല്ലാഹ് 33 വട്ടം, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം, ഇപ്പം 100 അപ്പം എത്രയായി? 10 ഇരട്ടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല 1000. ഇത് നമ്മുടെ മീസാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ തുലനം ചെയ്യുന്ന സന്ദർഭത്തിൽ ഇരട്ടിയായി വർദ്ധിക്കുമെന്ന്. അപ്പോൾ നമ്മൾ പതിവാക്കേണ്ടത് സുബ്ഹാനല്ലാഹ് നിസ്കാരത്തിന് ശേഷം 33 പ്രാവശ്യം ചൊല്ലിക്കോളൂ. അത് കഴിഞ്ഞതിന് ശേഷം 10 ആണെങ്കിൽ അങ്ങനെ ആക്കാം. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇതാണ് ഇങ്ങനത്തെ. പക്ഷേ ഇത് പതിവാക്കുന്നവർ വളരെ കുറവാണ്. സ്വർഗത്തിലേക്ക് ആളുകളും വളരെ കുറവാണ്. ഖുലില്ലാഹു യുഹ്യീകും സുമ്മ യുമീതുകും സുമ്മ യജ്മഉകും ഇലാ യൗമിൽ ഖിയാമത്തി ലാ റൈബ ഫീഹി വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. ഖുൽ നബിയെ തങ്ങൾ പറയൂ, അല്ലാഹു തആല നിങ്ങളെ ഹയാത്താക്കും. അല്ലാഹു തആലയാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നവൻ. ഉമ്മയുമീതുക്കും, പിന്നെ ഇവിടെ എത്ര വലിയ ധനികനായാലും, എത്ര വലിയ സമ്പന്നനായാലും, എത്ര വലിയ കോടീശ്വരനായാലും പിന്നീട് നിങ്ങളെ മരിപ്പിക്കുകയും ചെയ്യും. സുമ്മ യജ്മഉകും ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാളിൽ നിങ്ങൾ മൊത്തം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമെന്ന് നബിയെ തങ്ങൾ ഈ ജനങ്ങളോട് പറയണേ, ഈ ലോകത്തോട് പറയണേ. ലാ റൈബ ഫീഹി, യാതൊരു സംശയവുമില്ല. പക്ഷേ വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ, പെരുത്ത ആളുകളും അതിനെ സംബന്ധിച്ച് അറിയാത്തവരാണ്. അധിക പേരും അതിനെ സംബന്ധിച്ച് അറിയാത്തവരാണ്. അപ്പോൾ കുറച്ച് ആൾക്കാരെ അവിടെ സ്വർഗത്തേക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങൾ നോക്ക്, ഖിയാമത്ത് അന്ത്യനാളിൽ യഖൂലുല്ലാഹു അസ്സ വജല്ല, യൗമുൽ ഖിയാമത്തി, അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, യാ ആദം, ആദം അലൈഹിസ്സലാമിനെ വിളിക്കും. ഓ ആദമേ, അല്ലാഹുവിൽ നിന്ന് വിളിയാളം വരികയാണ്. യാ ആദം, ഓ ആദമേ. യഖൂലു, ആദം നബി അലൈഹിസ്സലാം പറയുന്നു, ലബ്ബൈക റബ്ബനാ വസഅദൈക, എന്താണ് ഞങ്ങളുടെ റബ്ബേ, ഞാൻ ഉത്തരം നൽകുന്നു, ഞാൻ നിന്റെ വിളിക്ക് ഉത്തരം നൽകുന്നു, എന്ത് വേണം? ഫയുനാദി ബിസൗത്തിൻ, ആ സമയത്ത് വലിയ ശബ്ദം കൊണ്ട് അല്ലാഹുവിൽ നിന്നുള്ള വിളിയാളം വരുന്നതാണ്. ഇന്നല്ലാഹ യഅ്മുറുക, തീർച്ചയായും അല്ലാഹു നിന്നോട് കൽപ്പിക്കുന്നു, അൻ തുഖ്രിജ മിൻ ദുരിയതിക, നിന്റെ സന്താന പരമ്പരയിൽ നിന്ന് പുറപ്പെടുവിക്കാൻ. എങ്ങോട്ടാ പുറപ്പെടുവിക്കുന്നത്? ഇലബഅസൻ ഇലന്നാർ, നരകത്തിലേക്ക്.
യാത്രയാക്കാൻ, നരകത്തിലേക്ക് വിട്ടുകൊള്ളാൻ. അന്തുഹരിജ നിന്ദുരിയെത്തിക്ക, നിന്റെ സന്താന പരമ്പരയിൽ നിന്ന് നീ യാത്രയാക്കിക്കൊള്ളണം ഇലന്നാരി, നരകത്തിലേക്ക്. കാല, അപ്പൊ ആദ്യമേ പറയാ, യാ റബ്ബി, എന്റെ റബ്ബേ, മാ ബാസുന്നാർ, എങ്ങനെയൊക്കെയാണ് യാത്രയാക്കേണ്ടത്? അപ്പൊ പറയുന്നത് വർത്താനമുണ്ട്, സംസാരമുണ്ട്. മിൻ കുല്ലി അൽഫിൻ തിസ്അമിഅത്തിൻ വതിസ്ഈന ഫിന്നാർ, 1000 പേരിൽ നിന്ന് ഒരു പേരെ മാത്രം സ്വർഗത്തിലേക്ക് വിട്ടിട്ട് 999 നരകത്തിലേക്ക് വിട്ടോളണം. വാഹിദുൻ ഇലൽ ജന്ന, ഒരൊറ്റയാണ് സ്വർഗത്തിലേക്ക്. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു തആല വിളിച്ചിട്ട് പറഞ്ഞു, ആദമേ, നിന്റെ സന്താന പരമ്പരയിൽ നിന്നും കുറെ ആൾക്കാർ നരകം നിർബന്ധമാക്കിയ ആളുകൾ, ആ നരകം നിർബന്ധമാക്കിയ ആളുകളെ നരകത്തിലേക്ക് വിട്ടോളണമെന്ന് പറയുമ്പോൾ ആദം നബി ചോദിച്ചാണ്, പഠിച്ചോന് എത്രയാണ്? അവിടുന്ന് വിളിയാറമ്പരെയാണ് 900 പേരുകളെ, 1000 പേരെ വിചാരണ നടത്തിയിട്ട് അതിൽ നിന്ന് ഒന്ന് മാത്രം സ്വർഗത്തിലേക്ക്, ബാക്കി 999 നരകത്തിലേക്ക് വിട്ടോളണം. അള്ളാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ വളരെ കുറവായിരിക്കും എന്ത്, ഈ 2 അമലിന്റെ പേരിൽ പതിവാക്കുന്നവരും സ്വർഗക്കാരും വളരെ കുറവാണ്, അധികമായിക്കൊണ്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞത് വലാക്കിൻ അക്സറന്നാസി ലാ യഅലമൂൻ, മിക്കവാറും ആളുകൾ അതിനെ സംബന്ധിച്ച് അറിയാത്തവരാണ്. ഹദീസിന്റെ ചില ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഹദീസുകളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് ദീർഘിച്ച് നമ്മൾ വിശദീകരിച്ച് പറയാൻ മെനക്കെട്ടാൽ ഒരുപാട് ദീർഘിച്ചു പോകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സുബ്ഹാനല്ലാഹ് നിസ്കാരത്തിന് ശേഷം നിർബന്ധപൂർവ്വം നമ്മൾ പതിവാക്കുക. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. കിടക്കുമ്പോൾ, ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34, മൊത്തം 100 ആവും. അപ്പൊ ഒരൊറ്റ രാത്രി അവൾ കിടക്കുമ്പോൾ അതിൻ്റെ 1000 മടക്ക് ഹസനാത്തുകൾ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്താ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ, നിന്റെ പരിശുദ്ധതയെ ഞാൻ സമ്മതിക്കുന്നു. എൻ്റെ ഉറക്കം സംവിധാനിച്ചത്, എൻ്റെ ഊണ് സംവിധാനിച്ചത്, എന്നെ വായ് ശ്വസിപ്പിച്ചത്, എനിക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ സുഖ സൗകര്യങ്ങൾ ചെയ്തെന്ന നീ എത്ര പരിശുദ്ധനാണ്, എത്ര മഹാനാണ്. സുബ്ഹാനല്ലാഹ്. ഈ ലോകമൊക്കെ മുഴുവൻ നോക്കിയിട്ട് പറയാണ് സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ നിന്റെ സൃഷ്ടിയാണ്, നിന്റെ സൃഷ്ടിപ്പാണ്, നിന്റെ സൃഷ്ടികളാണ്. ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമിയിലേക്ക് നോക്കിയിട്ട് പറയും, തീർച്ചയായും ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാത്രിയും പകലും മാറി മാറി വരുന്ന അവസ്ഥയിലൊക്കെ ഉണ്ട്. അല്ലാഹുവിനെ മനസ്സിലാക്കലുണ്ട്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ടെന്ന് ഇത് മഹാനായ അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റിട്ട്, പാതിരാവിൽ എഴുന്നേറ്റ് രാത്രിയുടെ ഏകദേശം ഭാഗങ്ങൾ കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ കൈ ഉയർത്തിയിട്ട് അതുപോലെ തന്നെ ആകാശത്തിലേക്ക് നോക്കിയിട്ട് ഇതൊക്കെ ചെല്ലിയിരുന്നു എന്ന് നമ്മൾക്ക് കാണാം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളും കൊണ്ടുവന്നപ്പോൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, സകല സ്തുതിയും നിനക്കാണ് എന്നാണ്. അൽഹംദുലില്ലാഹ്, ഒരൊറ്റ അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ ഈ ലോകവും ഈ ലോകത്തുള്ള സകലത്ര വസ്തുക്കളെക്കാളും ഖൈർ നിനക്കതാണ്. എന്നൊരൊറ്റ അൽഹംദുലില്ലാഹ് അന്നദ്ദുനിയാ ബിഹദാഫിരിഹാ ബിയദി റജുലിൻ മിൻ ഉമ്മത്തി ثم قال الحمد لله كان الحمد لله أفضل ذلك. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ ലോകത്തുള്ള സകലത്ര വസ്തുക്കളും എൻ്റെ അടിമയിൽപ്പെട്ട ഒരു വ്യക്തി വശത്താക്കി. പക്ഷെ അതെല്ലാം അവൻ അവഗണിച്ചുകൊണ്ടവൻ പറയുന്നു അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതിയും അല്ലാഹുവിനാണ്. ഇതൊരു മനുഷ്യൻ പറയുമ്പോൾ അല്ലാഹ് പറയുന്നു, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. ഹംദ് എനിക്കുള്ളതാണ്. ഹംദ് എനിക്കുള്ളതാണ്. എൻ്റെ അടിമ എന്നെ അറിഞ്ഞു, എന്നെ മനസ്സിലാക്കി, അതുകൊണ്ട് ഹംദ് എനിക്കുള്ളതാണ് സമ്മതിക്കുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ, ഇദാഉല്ലാഹ്, അല്ലാഹു അക്ബർ.
നീയാണ്, അള്ളയാണ് ഏറ്റവും മഹാൻ, ഏറ്റവും ഉന്നതി, ഏറ്റവും വലിയവൻ. ആ ഒരു സിഫത്ത് വിശേഷം ആർക്കും കിട്ടുകയില്ല. അത് റിദാ ഉള്ള അള്ളാഹുവിൻ്റെ റിദാ ആണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലതൊക്കെ മനസ്സിലാക്കി നല്ല നിലയിൽ ജീവിക്കാനും അതുപോലെ തന്നെ മറ്റൊരാളുടെ മുമ്പിൽ നമ്മുടെ പരാതികളും പ്രശ്നങ്ങളും അന്നല്ലാത്ത ഒരുത്തൻ്റെ മുമ്പിൽ വെക്കാതിരിക്കാൻ റബ്ബുൽ ഇസ്സത്ത് നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാം അമലും ഇബാദത്തും അറിവും ഒക്കെ കുറഞ്ഞവരാണ്. അല്ലാഹുവേ, ആ ഞങ്ങളുടെ ഇബാദത്തുകൾ അതുപോലെ തന്നെ ഞങ്ങളുടെ മറ്റ് അമാലുകളിലൊക്കെ വന്ന ന്യൂനതകളെ നീ പരിഹരിച്ചുകൊണ്ട് ഞങ്ങൾ നീ സ്വീകരിക്കുന്ന റഹ്മാനെ. റഹ്മാനായ റബ്ബെ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും ഹസബ് നസബൊക്കെ അറിയുന്നതാണ്. അവരുടെയും ഞങ്ങളുടെയും ഒക്കെ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കി തരണേ റഹ്മാനെ. റഹ്മാനെ, ഞങ്ങൾ കടുത്ത ബലാഹുകളെ കൊണ്ട് നീ പരീക്ഷിക്കല്ല അല്ലാഹ്. ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയമായ നിന്റെ അമ്പിയാക്കളാണ്. അമ്പിയാക്കൾ ഉല്ലസ്മകളാണ് അല്ലാഹ്. അങ്ങനെ താങ്ങാനും സഹിക്കാനും ഉള്ള ഖൽബ് ഞങ്ങൾക്കില്ല റബ്ബേ. ബലഹീനമായ ഹൃദയമാണ്. അതുകൊണ്ട് നിന്റെ കടുത്ത പരീക്ഷണങ്ങൾ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. റഹ്മാനെ, ഞങ്ങൾ നിന്നും മരിച്ചുപോയ നിരവധി ആളുകളുണ്ട്. അവർക്കും ഞങ്ങൾക്കും നീ പുറത്തു തരണേ റഹ്മാൻ. നീ പുറത്തു തരണേ റഹ്മാൻ. അല്ലാഹുവേ, കടം കൊണ്ട് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടായ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നിരവധി ആളുകളുണ്ട്. അവരുടെ ഞങ്ങളുടെയും കടങ്ങളൊക്കെ നീ വീട്ടി തരണേ റഹ്മാൻ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെല്ലാവരെയും നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ നാഥാ برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين أن الحمد لله رب العالمين. السلام عليكم.